Hello dear students, I plus Training Solutions ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് യൂണിറ്റ് 6ലെ ലാസ്റ്റ് മൊഡ്യൂൾ ആണ്. അതിനകത്ത് ബാലൻസ് ഓഫ് പേയ്മെന്റ് ആൻഡ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ മൊഡ്യൂളിലെ ടോപ്പിക്കുകളാണ് നമ്മൾ മെയിൻ ആയിട്ടും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ആ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. മെയിൻ ആയിട്ടും ഇക്കണോമിക് ഇന്റഗ്രേഷന്റെ സ്റ്റേജസ് പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റ്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഫൈൽസ് all the transaction between the entities, government anatomies or individuals of one country to another for a given period of time. ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഗവൺമെന്റിന്റെയോ ആ രാജ്യത്തിന്റെ മെമ്പേഴ്സിന്റെയോ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ദി അതർ കൺട്രീസിന്റെ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബാലൻസ് ഓഫ് പേയ്മെന്റിനകത്ത് മെയിൻ ആയിട്ടും കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഇങ്ങനെ ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് വൺ ആണ് കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് includes nations net trade in goods and services. Nations net trade in goods and services. Its net earnings on cross border investments and its net transfer payments എല്ലാം എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? കറണ്ട് അക്കൗണ്ടിനകത്താണ്. അപ്പോൾ കറണ്ട് അക്കൗണ്ടിനകത്ത് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ നെറ്റ് ട്രേഡ് ആണ് കറണ്ട് അക്കൗണ്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് എന്താണ്? Capital account consists of a nation's transaction in financial instruments and central bank reserves. Central bankന്റെ reservesലും financial instrumentsലുള്ള ട്രാൻസാക്ഷൻസിനെയുമാണ് എവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറണ്ട് അക്കൗണ്ടിനകത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിലുള്ള സ്റ്റേറ്റ്മെന്റ് ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. The sum of all transactions recorded in the balance of payment must be zero. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ പേയ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ അത് എന്തായിരിക്കണം? എപ്പോഴും ഒരു ട്രാൻസാക്ഷൻ എപ്പോഴും സീറോയിലായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റും ക്രെഡിറ്റും എന്തായിരിക്കണം? It has to be in the zero. The reason is that every credit appearing in the current account has corresponding debt in the capital account. അപ്പോൾ കറണ്ട് അക്കൗണ്ടിലുള്ള എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഒരു സീറോ ബാലൻസിൽ എപ്പോഴും ബാലൻസ് ഓഫ് പേയ്മെന്റ് ഉണ്ടായിരിക്കും എന്നാണ് BOPക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ബാലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? The payment balance of payment must be in zero. അതായത് ക്രെഡിറ്റും ഡെബിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും സീറോ ആണെങ്കിലാണ് ബെനിഫിഷ്യൽ ആയിട്ടുള്ള BOP എന്ന് നമ്മൾ പറയുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ബാലൻസ് ഓഫ് പേയ്മെന്റിനകത്ത് നമ്മൾ ക്രെഡിറ്റ് അതുപോലെ തന്നെ ഡെബിറ്റ് അപ്പൊ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഏരിയ ഒന്ന് നോക്കിയാൽ മതി. ക്രെഡിറ്റും ഡെബിറ്റും. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റെസീറ്റ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള റിട്ടേൺസിനെയാണ് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള ഔട്ട് ഗോയിങ്സിനാണ് ഡെബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് പേയ്മെന്റ്സിന് അല്ലെങ്കിൽ മൈനസ് ആണ് എപ്പോഴും പേയ്മെന്റിനകത്ത് വരുന്നത്. നമ്മളിൽ നിന്ന് നഷ്ടമാകുന്ന അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പോകുന്നതാണ് ഡെബിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പേ ചെയ്യുന്നതായിരിക്കും. മറ്റേത് റെസീറ്റ്സ്, നമുക്കുള്ള ഇൻകത്തിനെ അല്ലെങ്കിൽ വരുമാനത്തിനെയാണ് ക്രെഡിറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കറണ്ട് അക്കൗണ്ടിനകത്ത് നമ്മുടെ ക്രെഡിറ്റ് ആയിട്ട് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് നമുക്ക് ക്രെഡിറ്റഡ് ആകുന്നത്? എക്സ്പോർട്സ് നടത്തുമ്പോൾ നമ്മൾ വേറെ രാജ്യത്തേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഗുഡ്സ് ആവാം, സർവീസസ് ആവാം. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തുണ്ടാകുന്നു? ഇൻകം ഉണ്ടാകുന്നു. അപ്പൊ എക്സ്പോർട്ട് ഓറിയന്റേഷൻസ് എന്താണ്? ഒരു ക്രെഡിറ്റ് സൈഡിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ മറിച്ച് ഇമ്പോർട്ട് ആണെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മണി എങ്ങോട്ടാണ് പോകുന്നത്? പുറത്ത് രാജ്യത്തേക്കാണ് പോകുന്നത്. അപ്പൊ അതൊരു പേയ്മെന്റ് ആണ് അല്ലെങ്കിൽ അതൊരു ഡെബിറ്റ് ആണ്. അപ്പൊ കറണ്ട് അക്കൗണ്ടിൽ എക്സ്പോർട്സും ഇമ്പോർട്ട്സുമാണ്. എക്സ്പോർട്സ് ക്രെഡിറ്റിനകത്തും ഇമ്പോർട്ട്സ് എന്തിനകത്താണ്? പേയ്മെന്റ്സ് അല്ലെങ്കിൽ ഡെബിറ്റിനകത്തുമാണ് ആഡ് ചെയ്യുന്നത്. രണ്ടാമതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് നമ്മുടെ ക്രെഡിറ്റ്സ് എന്തൊക്കെയാണ്? ബോറോയിങ്സ് ഫ്രം ഫോറിൻ കൺട്രീസ്. ഫോറിൻ കൺട്രീസിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ബോറോയിങ്സ്, അതുപോലെ തന്നെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ബൈ ഫോറിൻ കൺട്രീസ്. ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് എന്താണ്? ക്രെഡിറ്റ് അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് റെസീപ്റ്റ്സ് തരുന്നതാണ്. എന്നാൽ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് ഡെബിറ്റ്സ് എന്തൊക്കെയാണ്? ലെൻഡിങ് ടു ഫോറിൻ കൺട്രീസ്. ഫോറിൻ കൺട്രീസിൽ നമ്മൾ കടം കൊടുക്കുന്നത് എന്താണ്? ഒരു ഡെബിറ്റ് ആയിട്ട് നമ്മളിൽ നിന്നും പോകുന്നതാണ്. അപ്പൊ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ടു ഫോറിൻ കൺട്രീസ്. നമ്മൾ ഫോറിൻ കൺട്രീസിൽ നമ്മൾ ഡയറക്ട്ലി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും എന്താണ്? ക്രെഡിറ്റ് ഡെബിറ്റിനകത്താണ് ആഡ് ചെയ്യപ്പെടുന്നത്. മൂന്നാമത്താണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ടും ഫോറിൻ ഒഫീഷ്യൽ ഹോൾഡിങ്സ്
നമ്മുടെ ക്രെഡിറ്റും increase in official reserves of gold and foreign countries. Foreign country currenciesന്റെയും ഗോൾഡിന്റെയും റിസർവ്സ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പേയ്മെന്റ് ആണ്. പിന്നെ എറേഴ്സ് ആൻഡ് ഒമിഷൻസ് ആണ് നമ്മൾ എററിലൂടെ നമ്മുടെ അകത്ത് വരുന്നത്, നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിനകത്ത് വരുന്നതും അതുപോലെ നമ്മൾ അറിയാതെ ഒമിറ്റഡ് ആയി പോകുന്ന കാര്യങ്ങളുണ്ടാവും. എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആവശ്യമില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി കയറി വരുന്നതാണ്, ഒരു എറർ സംഭവിക്കുന്നതാണ്. എന്നാൽ ഒമിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആഡ് ചെയ്യേണ്ടതായിരുന്നു എന്നാൽ ഒമിറ്റ് ചെയ്യപ്പെട്ടു പോയി, അങ്ങനെയാണ് ഒമിഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് BOP കാൽക്കുലേഷൻ നടക്കുന്നത്. മെയിനായിട്ടും കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ആണ്. കറണ്ട് അക്കൗണ്ടിനകത്ത് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് എന്താണ്, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇലാസ്റ്റിസിറ്റി അപ്രോച്ച് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. Elasticity approach studies the impact of exchange rate changes on BOP, assuming domestic and foreign prices as fixed. ഡൊമസ്റ്റിക്കും ഫോറിൻ പ്രൈസസും ഫിക്സ്ഡ് ആയിട്ട് അസ്യൂം ചെയ്തുകൊണ്ട് എക്സ്ചേഞ്ച് റേറ്റിലുള്ള ഇമ്പാക്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റിലുള്ള ചേഞ്ചസ് എങ്ങനെയാണ് BOP അഫക്ട് ചെയ്യുന്നത് എന്നാണ് ഇലാസ്റ്റിസിറ്റി അപ്രോച്ചിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ട്രേഡ് അപ്രോച്ച്. ട്രേഡ് അപ്രോച്ച് എന്നും ഇലാസ്റ്റിസിറ്റി അപ്രോച്ചിനെ അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് സ്റ്റഡീസ് ദി ഇമ്പാക്ട് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ചസ്. എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ചസ് BOPയിൽ എങ്ങനെയാണ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് അറ്റ് ഫിക്സഡ് ഫോറിൻ പ്രൈസസ് എന്നാണ്, ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ പ്രൈസസ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടും കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് അനലൈസസ് വാട്ട് ഹാപ്പൻസ് ടു ദി കറണ്ട് അക്കൗണ്ട് വെൻ ദ കൺട്രി ഡീവാല്യൂസ് ഇറ്റ്സ് കറൻസി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു രാജ്യം അതിന്റെ കറൻസി ഡീവാല്യൂ ചെയ്യുമ്പോൾ കറണ്ട് അക്കൗണ്ടിൽ എന്ത് ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നതെന്ന് ബാലൻസ് ഓഫ് പേയ്മെന്റിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കറണ്ട് അക്കൗണ്ട് ആയതുകൊണ്ടാണ് നമ്മളിവിടെ ട്രേഡ് അപ്രോച്ച് എന്ന് തന്നെ പറയുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ഇവിടെ ട്രേഡ് ചെയ്യപ്പെടുന്നത്. കറണ്ട് അക്കൗണ്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു കൺട്രി ഡീവാല്യൂയിങ് കറൻസി ഡീവാലുവേഷൻ നടത്തുമ്പോൾ കറണ്ട് അക്കൗണ്ടിൽ എന്ത് ചേഞ്ചസ് ഉണ്ടാകുമെന്നാണ് ഇത് അനലൈസ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് പൈനഡ് ബൈ ആൽഫ്രഡ് മാർഷൽ, ലേണർ ആൻഡ് ജോആൻ റോബിൻസൺ. മാർഷലും ലേണറും ജോആൻ റോബിൻസണുമാണ് ഇലാസ്റ്റിസിറ്റി അപ്രോച്ച് ഓഫ് BOP മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. മാർഷൽ ലേണർ കണ്ടീഷനിലൂടെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇലാസ്റ്റിസിറ്റി അപ്രോച്ച് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. മാർഷൽ ലേണർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ റിമൂവിംഗ് BOP ഡെഫിസിറ്റ് ഓഫ് എ ഡീവാല്യൂയിങ് കൺട്രി. ഒരു ഡീവാല്യൂയിങ് കൺട്രിയുടെ BOP ഡെഫിസിറ്റ് റിമൂവ് ചെയ്യുന്ന എപ്രകാരമാണെന്നാണ് മാർഷൽ ലേണർ കണ്ടീഷനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡീവാലുവേഷൻ റെഡ്യൂസസ് ദ ഡൊമസ്റ്റിക് പ്രൈസസ് ഓഫ് എക്സ്പോർട്സ് ഇൻ ടേംസ് ഓഫ് ദി ഫോറിൻ കറൻസി. ഡൊമസ്റ്റിക് പ്രൈസസ് ഓഫ് എക്സ്പോർട്സിന്റെ റിഡക്ഷൻ അല്ലെങ്കിൽ ഡീവാലുവേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഡൊമസ്റ്റിക് പ്രൈസസ് ഓഫ് എക്സ്പോർട്സ് ഇൻ റെഫേഴ്സ് ടു ഫോറിൻ കറൻസിയിൽ എപ്രകാരം ചേഞ്ചസ് ഉണ്ടാകുന്നു. എങ്ങനെയാണ്, വിത്ത് ലോ പ്രൈസസ് എക്സ്പോർട്സ് ഇൻക്രീസസ്. ലോ പ്രൈസസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് സംഭവിക്കുന്നത്, എക്സ്പോർട്സ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡീവാലുവേഷൻ റെഡ്യൂസസ് ദി ഡൊമസ്റ്റിക് പ്രൈസസ് ഓഫ് എക്സ്പോർട്ട്. ഡീവാലുവേഷൻ പ്രോസസ് ഉണ്ടാകുമ്പോൾ ഒരു കൺട്രി ഡീവാലുവേഷൻ നടത്തുമ്പോൾ ഡൊമസ്റ്റിക് പ്രൈസസ് ഓഫ് എക്സ്പോർട്ട് ചെയ്യുന്നതിന് ഡൊമസ്റ്റിക് പ്രൈസസിൽ എന്തുണ്ടാകുന്നു, റിഡക്ഷൻ ഉണ്ടാകുന്നു. അപ്പം അങ്ങനെ ലോ പ്രൈസ് ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു, ഒരു രാജ്യത്തിൽ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ലോ പ്രൈസസ് എക്സ്പോർട്ട് ഇൻക്രീസസ് വെൻ ഡീവാലുവേഷൻ ഒക്കേഴ്സ് ഇൻ എ കൺട്രി. ഒരു ഡീവാലുവേഷൻ ഒരു രാജ്യത്ത് ഉണ്ടാകുമ്പോൾ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദ ഇൻക്രീസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ട്. എന്ത് എക്സ്റ്റെന്റ് വരെയാണ് എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ഫോർ എക്സ്പോർട്ട്. എക്സ്പോർട്ടിന്റെ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റിയുടെ ബേസിസിലായിരിക്കും എന്ത് എക്സ്റ്റെന്റ് വരെ ഒരു എക്സ്പോർട്ട് ഒരു രാജ്യത്ത് ഇൻക്രീസ് ചെയ്യുമെന്ന് തീരുമാനിക്കപ്പെടുന്നു. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ട് ആണ് എന്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദർ ഇസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദി എക്സ്പോർട്ട് എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നു എന്ന്. ഡീവാലുവേഷൻ കാരണം എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. ആ എക്സ്പോർട്ട് എത്രത്തോളം അല്ലെങ്കിൽ എന്തോരം ഇമ്പാക്ട് ആണ് എക്സ്പോർട്ട് ഇൻക്രീസസിൽ ഉണ്ടാകുന്നത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന എന്താണ്, ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ആണ്. ആ എക്സ്പോർട്ടിന്റെ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ആണ്.
ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ഗുഡ്സ് എക്സ്പോർട്ട് ആൻഡ് ദ മാർക്കറ്റ് കണ്ടീഷൻ. അതുപോലെ തന്നെ മാർക്കറ്റ് കണ്ടീഷൻസിലും എന്ത് ടൈപ്പ് ഓഫ് ഗുഡാണ് എക്സ്പോർട്ട് ചെയ്യുന്നതും ഈ എക്സ്പോർട്ട് ഇൻക്രീസസിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഡീവാലുവേഷൻ എന്താണ് സംഭവിക്കുന്നത്? പ്രൈസസ് റെഡ്യൂസ് ചെയ്യുകയും എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രാജ്യം ഡീവാലുവേഷൻ ഓഫ് എ കറൻസി ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഈ എക്സ്പോർട്ട് ഇൻക്രീസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? മെയിൻലി ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ഫോർ എക്സ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതുപോലെ തന്നെ മാർക്കറ്റ് കണ്ടീഷൻസും അതുപോലെ നേച്ചർ ഓഫ് ഗുഡ്സ് എന്ത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണെന്നും ബേസ് ചെയ്തിട്ടും ഈ എക്സ്പോർട്ട് ഇൻക്രീസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാവുന്നതാണ്. ഈ മാർഷൽ ലേണർ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ഇലാസ്റ്റിസിറ്റി അപ്രോച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. Marshall Lerner condition states that a depreciation or devaluation of the exchange rate will eventually lead to a net improvement in the trade balance. Marshall Lerner condition എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്ത് ഡീവാലുവേഷനോ ഡിപ്രിസിയേഷനോ ഉണ്ടാകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ട്രേഡ് ബാലൻസ് അല്ലെ BOPയിൽ എന്തുണ്ടാകുന്നു? ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഒരു രാജ്യത്ത് ഒരു ഡീവാലുവേഷൻ ഓഫ് കറൻസി ഉണ്ടാകുമ്പോൾ BOP ഇംപ്രൂവ്മെന്റ് ആണ് ഉണ്ടാകുന്നതാണ് മാർഷൽ ലേണർ കണ്ടീഷനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് വെൻ ദി സം ഓഫ് ദി പ്രൈസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഇസ് ഗ്രേറ്റർ ദാൻ 1. എപ്പോഴാണ് അങ്ങനെ ഒരു BOP ഇംപ്രൂവ്മെന്റ് ഡീവാലുവേഷനിലൂടെ ഉണ്ടാകുന്നത്? ഏത് കണ്ടീഷനിലാണ്? Price elasticity, sum of price elasticities of demand for export and import. Exportindeയും importindeയും demand for price elasticity greater than 1 ആണെങ്കിൽ, demand for export and import, sum of the price elasticities of the demand for export and import, exportindeയും importindeയും price elasticities കൂട്ടുമ്പോൾ greater than 1 ആണെങ്കിൽ devaluation balance of payment നെ improve ചെയ്യും. അതാണ് മാർഷൽ ലേണർ കണ്ടീഷൻ. അപ്പോൾ മാർഷൽ ലേണർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? when the sum of the price elasticities of demand for export and import, sum of price elasticities of demand for export and import is greater than 1, 1നെക്കാട്ടിലും greater ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? മാർഷൽ ലേണർ കണ്ടീഷൻ പ്രകാരം devaluation of a currency will increase or improve the balance of payment. അതാണ് മാർഷൽ ലേണർ കണ്ടീഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഈ മാർഷൽ ലേണർ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ഇലാസ്റ്റിസിറ്റി അപ്രോച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൺട്രി എയിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 0.4 എക്സ്പോർട്ടും പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ടും 0.3 പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ഇമ്പോർട്ടുമാണ്. ഇതിന്റെ സം എന്ന് പറയുന്നത് 0.7 ആണ്. അത് ഗ്രേറ്റർ ദാൻ 1 ആണോ ലെസ് ദാൻ 1 ആണോ? ഇറ്റ് ഈസ് ലെസ് ദാൻ 1. അതുകൊണ്ട് തന്നെ BOP ഡിവാലുവേഷൻ ബാലൻസ് ഓഫ് പേയ്മെന്റിനെ ഇംപ്രൂവ് ചെയ്യുമോ? ഇംപ്രൂവ് ചെയ്യത്തില്ല. എന്നാൽ കൺട്രി സി നോക്കിക്കേ. കൺട്രി സിയിലാണെങ്കിൽ BOP സം ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എന്താണ്? ഈക്വൽ ടു 1 ആണ്. ഈക്വൽ ടു 1 ആണെങ്കിൽ ഇംപ്രൂവ് ചെയ്യത്തുമില്ല, എന്നാൽ ഡിപ്രൂവ് ചെയ്യത്തുമില്ല, അല്ലെങ്കിൽ ഇൻക്രീസും ഡിക്രീസും ചെയ്യത്തില്ല. BOP സിറ്റുവേഷനെ അഫക്ട് ചെയ്യത്തില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് ഈക്വൽ ടു 1 ആണെങ്കിൽ. എന്നാൽ 1.9 ആണ് കൺട്രി ബിയിൽ സം ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. ആ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ BOP ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും. വെൻ ഡീവാലുവേഷൻ ഒക്കേഴ്സ്, ഡീവാലുവേഷൻ ഒക്കർ ചെയ്യുമ്പോൾ BOP ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ദാറ്റ് ഇസ് എ മാർഷൽ ലേണർ കണ്ടീഷൻ. ദാറ്റ് ഇസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഇസ് ഗ്രേറ്റർ ദാൻ 1. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് മാർഷൽ ലേണർ കണ്ടീഷൻ. ഓഫ് പേയ്മെന്റിനകത്ത് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ഡിപ്രിസിയേഷൻ എങ്ങനെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റിനെ അഫക്ട് ചെയ്യുന്നത്, അല്ലെ ഡീവാലുവേഷൻ എങ്ങനെയാണ് BOPനെ അഫക്ട് ചെയ്യുന്നത് നമ്മൾ നോക്കി. അതാണ് മാർഷൽ ലേണർ കണ്ടീഷനിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നാൽ അതിന്റെ ഒരു ടൈം ലാഗ് ബേസിസിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ജെ കർവ് ഇഫക്റ്റിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാർഷൽ ലേണർ കണ്ടീഷന്റെ ഒരു ടൈം ലാഗ് ഇഫക്റ്റ് ആണ് എന്ത്? ജെ കർവ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താണ് പറയുന്നത് വെച്ചാൽ, ഷോർട്ട് റൺ പീരീഡിൽ എങ്ങനെയായിരിക്കും ഒരു ഡീവാലുവേഷൻ ഒരു BOPനെ എപ്രകാരമാണ് അഫക്ട് ചെയ്യുന്നത്? ഷോർട്ട് റൺ പീരീഡിൽ പ്രത്യേകിച്ച് BOPയിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാകത്തില്ല, മറിച്ച് ലോങ് റണ്ണിൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? ഡീവാലുവേഷൻ അല്ലെ ഡിപ്രിസിയേഷൻ BOPനെ ഇംപ്രൂവ് ചെയ്യത്തുള്ളൂ എന്നാണ് ജെ കർവ് ഇഫക്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഗ്രാഫ് നോക്കിയാൽ, അല്ലെങ്കിൽ ഈ ഡയഗ്രാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇനിഷ്യൽ പീരീഡിൽ എന്താണ്? ട്രേഡ് ഡെഫിസിറ്റ് ആണ്. ഒരു ഡിപ്രിസിയേഷൻ അല്ലെ ഡീവാലുവേഷൻ ഉണ്ടാകുമ്പോൾ, കറൻസി ഡിപ്രിസിയേഷൻ അല്ലെ കറൻസി ഡീവാലുവേഷൻ ഉണ്ടാകുമ്പോൾ ഇനിഷ്യൽ പീരീഡിൽ ട്രേഡ് ഡെഫിസിറ്റ്
ഡെഫിസിറ്റ് ആണ് ഉണ്ടാകുന്നത്. എന്നാൽ ആഫ്റ്റർ എ സർട്ടൺ പീരീഡ് ഓഫ് ടൈമിൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ, BOP ഇംപ്രൂവ്മെന്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ സർട്ടൺ പീരീഡ് ഓഫ് ടൈം ഉണ്ടാകുമ്പോൾ മാത്രമേ ഇവിടെ കണ്ടോ മുകളിലേക്ക് പോകുന്നുള്ളൂ. അതുവരെ എന്താണ് ആ ഇനിഷ്യൽ പീരീഡിൽ അല്ലെ ഷോർട്ടൺ പീരീഡിൽ ഡിവാലുവേഷൻ BOP-നെ വേഴ്സൺ ചെയ്യുകയാണ്. ആഫ്റ്റർ എ സർട്ടൺ പീരീഡ് ഓഫ് ടൈം മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, ഡിപ്രിസിയേഷനിലൂടെ BOP ഇംപ്രൂവ് ചെയ്യത്തുള്ളൂ. ഇതാണ് ജെ കർവിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ജെ കർവിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇനിഷ്യൽ പീരീഡ് അല്ലെങ്കിൽ ഷോർട്ട് റൺ പീരീഡിൽ BOP ചേഞ്ചസ് ഡിവാലുവേഷനിൽ എങ്ങനെയായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. BOP-യിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഡിവാലുവേഷൻ ഉണ്ടാക്കുന്നത് അറ്റ് ഷോർട്ട് റൺ പീരീഡ് അല്ലെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജിൽ. ആഫ്റ്റർ സർട്ടൺ പീരീഡ് അല്ലെങ്കിൽ ലോങ് റണ്ണിൽ മാത്രമേ ഡിവാലുവേഷൻ BOP-നെ ഇംപ്രൂവ് ചെയ്യത്തുള്ളൂ എന്നാണ് ജെ കർവ് ഇഫക്റ്റിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാർഷൽ ലേണർ കണ്ടീഷനുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് ജെ കർവ് ഇഫക്റ്റ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ടൈം ലാഗ് ബിറ്റ്വീൻ എ ഫോൾ ഇൻ കറൻസി ആൻഡ് ഇംപ്രൂവ്ഡ് ട്രേഡ് ബാലൻസ്. അപ്പൊ ഡിവാലുവേഷനും ട്രേഡ് ബാലൻസും തമ്മിലുള്ള അല്ലെ BOP-യും തമ്മിലുള്ള ടൈം ലാഗ് പീരീഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എന്ത്, ജെ കർവ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് അബ്സോർപ്ഷൻ അപ്രോച്ച്. ബാലൻസ് ഓഫ് പേയ്മെന്റിനകത്ത് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് അബ്സോർപ്ഷൻ അപ്രോച്ച്. ഇറ്റ് സ്റ്റഡീസ് ദി ഇഫക്റ്റ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഡൊമസ്റ്റിക് ഇൻകം ആൻഡ് സ്പെൻഡിങ്. ഇവിടെ ഡൊമസ്റ്റിക് ഇൻകം ആൻഡ് ഡൊമസ്റ്റിക് സ്പെൻഡിങ്ങിന്റെ ബേസിസിലാണ് BOP കാൽക്കുലേഷൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻകം ആൻഡ് ഡൊമസ്റ്റിക് സ്പെൻഡിന്റെ ബേസിസ് BOP എസ്റ്റിമേഷൻ എങ്ങനെയാണ്, അബ്സോർപ്ഷൻ അപ്രോച്ചിലൂടെയാണ്. സിഡ്നി അലക്സാണ്ടർ ആണ് അബ്സോർപ്ഷൻ അപ്രോച്ച് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ് മുന്നോട്ട് കൊണ്ടുവന്നത്. ഇലാസ്റ്റിസിറ്റി അപ്രോച്ച് പോലെ തന്നെ വേറൊരു അപ്രോച്ചാണ് അബ്സോർപ്ഷൻ അപ്രോച്ച്. ഇറ്റ് ഇസ് ടേം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അബ്സോർബിംഗ് എന്നൊരു ഫാക്ടർ ആണ്. അത് ഡൊമസ്റ്റിക് ഇൻകം ആൻഡ് ഡൊമസ്റ്റിക് സ്പെൻഡിങ്ങിന്റെ ബേസിസിലുള്ള അബ്സോർപ്ഷനെയാണ് ഇവിടെ സിഡ്നി അലക്സാണ്ടർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ദ തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് എ കൺട്രി ഹാസ് എ ഡെഫിസിറ്റ് ഇൻ ഇറ്റ്സ് BOP, ഒരു രാജ്യത്ത് ഒരു BOP ഡെഫിസിറ്റ് ആണ് ഉള്ളതെങ്കിൽ എന്താണ് നമ്മൾ അതിനകത്തൂടെ മനസ്സിലാക്കേണ്ടത്, ദി people are absorbing more than they produce. ഒരു രാജ്യത്തുള്ള പ്രൊഡക്ഷനെക്കാട്ടിലും കൂടുതൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്, സ്പെൻഡിങ് അല്ലെങ്കിൽ കൺസംഷൻ ആണ് അവിടെ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ people are absorbing more than they produce. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ അവർ എന്താണ് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുകയാണ്. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ രാജ്യത്ത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഇമ്പോർട്ട്സ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് BOP ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ രാജ്യം മോർ അബ്സോർബേഷൻ ആണ് ദാൻ പ്രൊഡക്ഷൻ നടക്കുന്നതെങ്കിൽ അവിടെ ഡെഫിസിറ്റ് സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ ഓൺ കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഗ്രേറ്റർ ദാൻ ദി നാഷണൽ ഇൻകം. ഇവിടെ എക്സ്പെൻഡിച്ചർ നമ്മുടെ ഇൻകത്തിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്, ഒരു ഡെഫിസിറ്റ് ആയിരിക്കും BOP-യിൽ ഉണ്ടാകുന്നത്. എന്നാൽ സർപ്ലസ് സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മുടെ അബ്സോർബിംഗ് ലെസ് ആണ്, നമ്മുടെ അബ്സോർബിംഗ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ എക്സ്പോർട്ട് ആയിരിക്കും ചെയ്യുന്നത്. നമ്മളുടെ പ്രൊഡക്ഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസ്യൂം ചെയ്യുന്നില്ല, നമ്മൾ അബ്സോർബ് ചെയ്യുന്നില്ല. അതാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് അബ്സോർപ്ഷൻ അപ്രോച്ചിലൂടെ സിഡ്നി അലക്സാണ്ടർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ടോട്ടൽ അബ്സോർപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു അബ്സോർബ്. ഒരു രാജ്യത്തിലെ ടോട്ടൽ അബ്സോർപ്ഷൻ അല്ലെ എത്രത്തോളം കൺസംഷൻ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ എത്രത്തോളം നടക്കുന്നുണ്ടെന്ന് വെച്ചാൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു അബ്സോർബിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇതാണ് ഡിവാലുവേഷൻ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഒരു രാജ്യം അബ്സോർബ് ചെയ്യുന്നത് എന്നാണ് BOP ബാലൻസ് സിറ്റുവേഷൻ, BOP പേയ്മെന്റിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദേ ആർ അബ്സോർബിംഗ് വെരി ലെസ് വെൻ ദർ ഇസ് സർപ്ലസ് ഇൻ ദി BOP-യിൽ സർപ്ലസ് ആണെങ്കിൽ നമ്മൾ വളരെ കുറച്ച് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അബ്സോർബ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു അബ്സോർബ്. ഇനി നമ്മൾ നോക്കുന്നത് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വൺ കറൻസി വിൽ ബി എക്സ്ചേഞ്ച് ഫോർ അനദർ. ഒരു രാജ്യത്തെ കറൻസി വേറൊരു രാജ്യത്തെ കറൻസിയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന റേറ്റിനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് അഫക്ട്സ് നമ്മുടെ ഒരു ട്രേഡിനെ, നമ്മുടെ ട്രേഡ് മൂവ്മെന്റ്സിനെ, സർവീസ് മൂവ്മെന്റ്സിനെ ഒക്കെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തെ കറൻസിയും വേറൊരു രാജ്യത്തെ കറൻസിയും തമ്മിലുള്ള വാല്യൂ ഡിഫറൻസസ് ആണ് ഈ എക്സ്ചേഞ്ച് ഡിറ്റർമിനേഷനിലേക്ക് നയിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്, ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റും ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റും. ആ ടേം പറയുന്നത് പോലെ തന്നെയാണ്, ഫിക്സ്ഡ് കുറച്ച് സ്റ്റാറ്റിക് ആയിരിക്കും, ഫ്ലോട്ടിംഗ് എങ്ങനെയാണ്, ഡൈനാമിക് ആയിരിക്കും. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേറ്റ്സ് ഇൻ എ നാരോ റേഞ്ച്. ഒരു ചെറിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ വളരെ ചെറിയൊരു ഫ്ലക്ച്വേഷൻസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഒരു ബേസ് കറൻസി ബേസിസിൽ ഒരു സസ്റ്റെയിൻഡ് പീരീഡ് ഓഫ് ടൈമിൽ സർട്ടൺ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് മാത്രമേ, ഓൾമോസ്റ്റ് ഒരു ഫിക്സ്ഡ് സ്റ്റേറ്റിലായിരിക്കും ആ എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ
കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ബേസ് കറൻസി എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു ബേസ് എമൗണ്ടിനെ, ഒരു ഫിക്സ്ഡ് എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ആണ് മെയിൻ ആയിട്ടും ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഗവൺമെന്റ് ആക്ഷൻസ് ഇസ് നീഡഡ് ടു മെയിൻറ്റെയിൻ ദിസ് എക്സ്ചേഞ്ച് റേറ്റ്. ഗവൺമെന്റിന്റെ റോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ. അപ്പോൾ ഗവൺമെന്റ് ആണ് ഈ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബേസ് കറൻസി ഡിറ്റർമിനേഷനിലൂടെയാണ് എക്സ്ചേഞ്ച് റേറ്റ് അവിടെ ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. ഇതൊരു ചെറിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ്, വളരെ നാരോ ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് മാത്രമേ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റിനകത്ത് ഉണ്ടാകത്തുള്ളൂ. ഇതിന്റെ നേരെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഇറ്റ് ഫ്ലക്ച്വേറ്റ്സ് ഇൻ വൈഡർ റേഞ്ച്. ഒരു വൈഡർ റേഞ്ചിലുള്ള ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ഈ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിനകത്ത് ഉണ്ടാകും. ഇതിനകത്ത് ഗവൺമെന്റ് ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു ബേസ് കറൻസി പ്രൈസ് ഡിറ്റർമിനേഷൻ ഇവിടെ നടക്കുന്നില്ല. മറിച്ച് എങ്ങനെയാണ്? മാർക്കറ്റ് ഓപ്പറേഷൻസ് ആണ് ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഗവൺമെന്റ് ആണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റിനകത്ത് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതെങ്കിൽ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിനകത്ത് മാർക്കറ്റ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇന്ററാക്ഷൻസ് ആണ് എന്തിലേക്ക് നയിക്കുന്നത്? എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷനകത്ത് നടക്കുന്നത്. അപ്രിസിയേഷൻ ഓർ ഡിപ്രിസിയേഷൻ ക്യാൻ ഒക്കർ ഫ്രീക്വന്റ്ലി. ഒരു രാജ്യത്ത് അപ്രിസിയേഷനും ഡിപ്രിസിയേഷനും ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിറ്റുവേഷനകത്ത് ഒക്കർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റിനകത്ത് ഒരു ബേസ് കറൻസി ഫിക്സേഷൻ ബൈ ഗവൺമെന്റ് നടക്കുന്നത് കൊണ്ട് തന്നെ മോർ ഫ്ലക്ച്വേഷൻസ് ഒരു ഇക്കണോമിയിൽ ഉണ്ടാകുവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത് ഒരു ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണ്. മാർക്കറ്റ് ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ആണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയത് മതി ഇത് രണ്ടുമുള്ള ഡിഫറൻസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആണ്. IMF. IMF എന്താണ്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്? 1944 ഇപ്പോൾ നിലവിൽ 190 മെമ്പർ കൺട്രീസ് അതിൽ അംഗമായിട്ടുണ്ട്. Total amount the IMF is able to lend to its member countries is $1 trillion. 1 trillion amount വരെ IMF-ന് അതിന്റെ മെമ്പർ കൺട്രീസിന് ലെൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ IMF എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മോണിറ്ററി അസോസിയേഷൻ ഓഫ് ദി വേൾഡ് ആണ്. അത് നമ്മളുടെ എക്കണോമിയിലെ പല ആവശ്യങ്ങൾക്കും ഗ്ലോബൽ എക്കണോമിയിലെ പല ആവശ്യങ്ങളും മീറ്റ് ചെയ്യുവാനായിട്ട് IMF ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാണ് എസ്റ്റാബ്ലിഷ് ആയത്? 1944 നിലവിൽ 190 മെമ്പേഴ്സ് അതിലുണ്ട്. IMF-ന്റെ certain functions അല്ലെ പർപ്പസ് ഓഫ് IMF എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണിത്. ടു പ്രൊമോട്ട് ഇന്റർനാഷണൽ മോണിറ്ററി കോർപ്പറേഷൻ. ഒരു ഇന്റർനാഷണൽ മോണിറ്ററി കോർപ്പറേഷൻ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ടു ഫെസിലിറ്റേറ്റ് എക്സ്പാൻഷൻ ആൻഡ് ബാലൻസ്ഡ് ഗ്രോത്ത് ഇൻ ഇന്റർനാഷണൽ ട്രേഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോയിന്റ് ആണ് നേരത്തെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മിക്കവാറും WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എടുക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ IMF-ന്റെ ഒരു പർപ്പസ് തന്നെ എന്താണ്? ബാലൻസ്ഡ് ഗ്രോത്ത് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു ഏതെങ്കിലും രാജ്യത്തിൽ പെർട്ടിക്കുലർലി മെമ്പർ കൺട്രീസിന് എന്തെങ്കിലും അസിസ്റ്റിംഗ് ആവശ്യമാണെങ്കിൽ, മൾട്ടിലാറ്ററൽ സിസ്റ്റം ഓഫ് ട്രേഡ് മെയിൻറ്റെയിൻ ചെയ്യുവാൻ വേണ്ടി ആവശ്യമാണെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ കോൺഫിഡൻസ് കൊടുക്കുക. മെമ്പർ കൺട്രീസിന് ഫണ്ട് റിസോഴ്സസ് റേസ് ചെയ്യുവാനുള്ള കോൺഫിഡൻസ് കൊടുക്കുക. ടു ഷോർട്ടൻ ദ ഡ്യൂറേഷൻ ആൻഡ് ലെസൺ ദ ഡിഗ്രി ഓഫ് ഡിസിക്വിലിബ്രിയം ഇൻ ദി ഇന്റർനാഷണൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഓഫ് മെമ്പേഴ്സ് തമ്മിലുള്ള BOP ബാലൻസസിലുള്ള ഡിസിക്വിലിബ്രിയം ഷോർട്ടൻ ചെയ്യുക. ഡിസിക്വിലിബ്രിയം കുറച്ചിട്ട് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് മെമ്പർ കൺട്രീസിനെ, BOP ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് മെമ്പർ കൺട്രീസിനെ കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് IMF-ന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇന്റർനാഷണൽ മോണിറ്ററി കോർപ്പറേഷൻ നമ്മൾ ഓർത്തിരിക്കണം. ബാലൻസ്ഡ് ഗ്രോത്ത് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് അവരുടെ ഒരു വലിയ ഒരു പർപ്പസ് ആണ്. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി അസിസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡ്യൂറേഷൻ, ഡിസിക്വിലിബ്രിയം ഉള്ള BOP ഡിസിക്വിലിബ്രിയം ബിറ്റ്വീൻ മെമ്പർ കൺട്രീസ് കുറയ്ക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് IBRD എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. IBRD 189 മെമ്പർ കൺട്രീസ് നിലവിൽ എവിടെയുണ്ട്? IBRD-യിലുണ്ട്. 1944 IBRD എസ്റ്റാബ്ലിഷ് ആയത്. വേൾഡ് ബാങ്കിന്റെ കീഴിലുള്ള ഒരു ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഒരു കോർപ്പറേഷൻ ആണ് എന്ത്? IBRD എന്ന് പറയുന്നത്. IBRD is structured something like a cooperative owned and operated for the benefits of member countries. വേൾഡ് ബാങ്കിന്റെ മെമ്പേഴ്സിൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, റീകൺസ്ട്രക്ഷനും ഡെവലപ്മെന്റിനും വേണ്ടി പർട്ടിക്കുലർലി ഡെവലപ്പിംഗ് കൺട്രീസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് IBRD വർക്ക് ചെയ്യുന്നത്. 1944 വേൾഡ് ബാങ്കിന്റെ കീഴിൽ എസ്റ്റാബ്ലിഷ് ആയതാണ്. മെയിനായിട്ടും പൂറർ കൺട്രീസിനെ അല്ലെ ഡെവലപ്പിംഗ് കൺട്രീസിനെ, അണ്ടർ ഡെവലപ്ഡ് എക്കണോമീസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള എയിമോടെയാണ്
IBRD എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ടും അതിന്റെ എയിംസ് എന്തൊക്കെയാണ്? സസ്റ്റൈനബിൾ ആൻഡ് ഇക്വിറ്റബിൾ ജോബ് ഷെയറിംഗ് ഗ്രോത്ത്, ജോബ് ക്രിയേറ്റിംഗ് ഗ്രോത്തസ് ഇക്വിറ്റബിൾ ആയിട്ട് അതിന്റെ മെമ്പർ കൺട്രീസിൽ കൊണ്ടുവരിക, പോവർട്ടി റെഡ്യൂസ് ചെയ്യുക, റീജിയണൽ ആൻഡ് ഗ്ലോബൽ ഡിസ്പാരിറ്റീസ് ഡിക്രീസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് IBRDയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. 189 മെമ്പേഴ്സ് നിലവിലുണ്ട്. നേരത്തെ ഡേറ്റയാണ്. 189 മെമ്പേഴ്സ് നിലവിൽ IBRDയിൽ അംഗങ്ങളാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഫങ്ഷൻസ് ഓഫ് IBRD ആണ്. assist in reconstruction and development of its member countries. ഇപ്പം പറഞ്ഞു പെർട്ടിക്കുലർലി പൂർ കൺട്രീസ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് നേഷൻസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ ഗവൺമെന്റ് അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് IBRD. അതുകൊണ്ട് തന്നെ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റിനാണ് മെയിൻ ആയിട്ടും ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പ്രൈവറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനെ ഡെവലപ്പിംഗ് നേഷൻസിലേക്ക് പ്രൊമോട്ട് ചെയ്യുവാനായിട്ട് IBRDക്ക് റോളുണ്ട്. ബാലൻസ് ഓഫ് ഗ്രോത്ത് ഇൻ ഇന്റർനാഷണൽ ട്രേഡ് അവരുടെ ഒരു എയിമാണ്. അതുപോലെ തന്നെ സ്മൂത്ത് ട്രാൻസാക്ഷൻ ഫ്രം വാർ ടു പീസ്ഫുൾ കൺട്രീസ്, വാർ നടക്കുന്ന രാജ്യങ്ങളിൽ നിന്നും പീസ്ഫുൾ എക്കണോമീസിലേക്ക്, പീസ്ഫുൾ എക്കണോമീസിൽ നിന്നും വാർ നടക്കുന്ന രാജ്യങ്ങളിലേക്ക് ഒരു സ്മൂത്ത് ട്രാൻസാക്ഷൻ ഓഫ്, അത് ഗുഡ്സ് ആയിരിക്കാം, സർവീസസ് ആയിരിക്കാം, അസിസ്റ്റൻസ് ആയിരിക്കാം, എല്ലാം ഒരു സ്മൂത്ത് ട്രാൻസിഷൻ നടക്കുവാൻ വേണ്ടി IBRD ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പിംഗ് എയിമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എയിംസ് ടു റെഡ്യൂസ് പോവർട്ടി ഇൻ മിഡിൽ ഇൻകം ആൻഡ് ക്രെഡിറ്റ് വർത്തി പോർ കൺട്രീസ്, പോർ കൺട്രീസിലും ഡെവലപ്പിംഗ് നേഷൻസിലും പോവർട്ടി റെഡ്യൂസ് ചെയ്യുക, റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ പ്രൈവറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഡെവലപ്പിംഗ് നേഷൻസിലേക്കും പൂർ കൺട്രീസിലേക്കും ഇൻക്രീസ് ചെയ്യുക. അതൊക്കെയാണ് മെയിൻ ആയിട്ടും IBRDയുടെ ഫങ്ഷൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അടുത്തതാണ് ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. The very existence of Asian Development Bank specific purpose is to foster the economic growth of Asian and the Pacific region. ഏഷ്യയിലെയും പസഫിക് റീജിയനിലെയും എക്കണോമിക് ഗ്രോത്തിനെ എയിം ചെയ്തുകൊണ്ടാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് മുന്നോട്ട് വന്നിരിക്കുന്നത്. 1966 ADB ഫിലിപ്പീൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് പ്രവർത്തനം ആരംഭിച്ചത്. How many countries are there? 68 shareholding members, including 49 from the Asia and Pacific region. ഏഷ്യ പസഫിക് റീജിയനിൽ നിന്നുള്ള 48 മെമ്പേഴ്സും അതുപോലെ തന്നെ മറ്റ് ഡെവലപ്ഡ് നേഷൻസിൽ നിന്നുള്ള അസിസ്റ്റൻസും എവിടെ ലഭിക്കുന്നുണ്ട്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനകത്ത് ലഭിക്കുന്നുണ്ട്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? മനീല, ഫിലിപ്പീൻസിലെ മനീലയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. 1966 ഏഷ്യൻ ആൻഡ് പസഫിക് റീജിയൻസിലെ എക്കണോമിക് ഗ്രോത്തിനെ എയിം ചെയ്തുകൊണ്ട് ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് മുന്നോട്ട് വന്നത്. ഇനി ADBയുടെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്കണോമിക് ആൻഡ് ഫൈനാൻഷ്യൽ കോപ്പറേഷൻ അമോങ് ദി മെമ്പർ കൺട്രീസ്. ഏഷ്യ പസഫിക് റീജിയൻസിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഇക്കണോമിക് ആൻഡ് ഫൈനാൻഷ്യൽ കോപ്പറേഷൻ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ ന്യൂ പ്രോജക്ട്സ് നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുവാനായിട്ട് അവരെ ബാക്ക് സപ്പോർട്ട് കൊടുക്കുക. ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഓൾസോ ഇസ് ടു ഹെൽപ്പ് ദി മെമ്പർ കൺട്രീസ് ഇൻ കൗണ്ടറിങ് പോവർട്ടി. ഏഷ്യ പസഫിക് റീജിയനിലുള്ള കൺട്രീസ് മോസ്റ്റ് ഓഫ് ദം എന്താണ്? ഡെവലപ്പിംഗ് നേഷൻസ് ആണ്. അപ്പോൾ അവരെ അവരുടെ പോവർട്ടി സിറ്റുവേഷനിൽ നിന്നും മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള എയിമും ADB ബാങ്കിനുണ്ട്. ഇതുപോലെ തന്നെ സോഷ്യൽ ആസ് വെൽ ആസ് എക്കണോമിക് ആസ്പെക്ട്സ് ഓഫ് ദ കൺട്രിയിൽ ഇന്റർഫിയർ ചെയ്തതിനു ശേഷം അതിനുള്ള എക്കണോമിക് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുക. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആയിട്ട് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കാം, ഹെൽത്ത് ഫെസിലിറ്റീസ് ആയിരിക്കാം, അങ്ങനത്തെ ആവശ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും ഏഷ്യ പസഫിക് റീജിയൻസിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡെവലപ്ഡ് നേഷൻസ് ആണ്. കംപ്ലീറ്റ്ലി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനകത്തുള്ള മെമ്പർ കൺട്രീസ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് ഏഷ്യ പസഫിക് റീജിയനിൽ നിന്ന് മാത്രമല്ല, മറിച്ച് ഡെവലപ്പിംഗ് നേഷൻസിൽ നിന്നും എന്തുണ്ട്? ഡെവലപ്ഡ് നേഷൻസിൽ നിന്നുമുള്ള സപ്പോർട്ട് എവിടെ ലഭിക്കുന്നുണ്ട്? ഈ ADB ബാങ്കിലേക്ക് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ലഭിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറയും. ഇക്കണോമിക് ഇന്റഗ്രേഷൻ പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. ആ ഇക്കണോമിക് ഇന്റഗ്രേഷൻ സിമ്പിൾ ആണ്, എന്നാൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്ന ഒരു ഏരിയ ആണ്. First one, economic integration involves agreements between countries that usually include the elimination of trade barriers and aligning monetary and fiscal policies, leading to a more interconnected global economy. ഒരു interconnected global economy establish ചെയ്യുന്നതിന് വേണ്ടി different countries തമ്മിലുള്ള trade barriers അല്ലെങ്കിൽ trade restrictions remove ചെയ്യുന്ന പ്രോസസ്സിനെയാണ് economic integration എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റ് ചെയ്യുക, 2-3 രാജ്യങ്ങൾ തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അവർ തമ്മിലുള്ള ബോർഡേഴ്സ് ഓപ്പൺ ചെയ്ത് ഇക്കണോമിക് ട്രാൻസാക്ഷൻസിനെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഗ്ലോബൽ ഇക്കണോമി കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് ഒരു ഗ്ലോബൽ വേൾഡ്, ഒരു ഗ്ലോബൽ ഹോംലി വേൾഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള എയിമോടെയാണ് എക്കണോമിക് ഇന്റഗ്രേഷൻ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ആയിട്ടും എക്കണോമിക് ഇന്റഗ്രേഷൻ എന്താണ് സംഭവിക്കുന്നത്? ട്രേഡ് ബാരിയേഴ്സും
റെസ്ട്രിക്ഷൻസും റിമൂവ് ചെയ്യുക, മോണിറ്ററി ഫിസ്ക്കൽ പോളിസീസ് ഫേവറബിൾ ആയിട്ട് മറ്റ് കൺട്രീസിന് അനുകൂലമായിട്ട്, അതായത് അവരെ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്ന രാജ്യങ്ങളുമായിട്ട് മോണിറ്ററി ഫിസ്ക്കൽ പോളിസീസ് ഫേവറബിൾ ആയിട്ട് ഓപ്പൺ ആകുക, ഒരു ഗ്ലോബൽ ഇക്കണോമി എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇതാണ് ഇക്കണോമിക് ഇന്റഗ്രേഷന്റെ പെർട്ടിക്കുലർ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇക്കണോമിക് ഇന്റഗ്രേഷന്റെ ഡിഗ്രീസ് അല്ലെ പലതരത്തിലുള്ള ഇക്കണോമിക് ഇന്റഗ്രേഷൻ ഓൾ ത്രൂ ഔട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് ഫസ്റ്റ് വൺ പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ആണ്. അപ്പൊ എന്ന് വെച്ചാൽ എന്താണ്, ഒരു രാജ്യത്ത് ഇപ്പൊ കൺട്രി എക്ക് കൺട്രി ബിയിലോട്ടുള്ള ഒരു പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്ന് വെച്ചാൽ ആ രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ പ്രിഫറൻസ് ഉണ്ട്. ആ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളുടെ ഒരു പെർട്ടിക്കുലർ കൺട്രി നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ കൺട്രിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിന് ഏതെങ്കിലും പെർട്ടിക്കുലർ ഒരു രാജ്യത്ത് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും. അപ്പൊ അവര് തമ്മിൽ ഒരു പെർട്ടിക്കുലർ പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ് അവർ സൈൻ ചെയ്യുകയും ആ രാജ്യം ആ കൺട്രി എയുടെ അല്ലെങ്കിൽ ഏത് രാജ്യമാണോ എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തിന്റെ ഒരു പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ആയിട്ട് മാറും. അപ്പൊ ഒരു മോസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ത്, പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ. ഇത് ചിലപ്പോൾ ഒന്നോ കൺട്രി എക്ക് ഒരു രാജ്യമായിട്ട് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രിഫറൻഷ്യൽ ട്രേഡ് ആണ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ മോസ്റ്റ് ബേസിക് ആയിട്ടുള്ളതാണ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ. ഇനി ഫ്രീ ട്രേഡ് ഏരിയ ആണ്. ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പേര് പറയുന്നത് പോലെ തന്നെ ഇങ്ങനെ ഇന്റഗ്രേഷനിലെത്തുന്ന അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഇക്കണോമി ഇന്റഗ്രേഷനിലെത്തുന്ന ഒരു രാജ്യങ്ങൾ തമ്മിൽ ഒന്നോ രണ്ടോ മൂന്നോ രാജ്യങ്ങൾ തമ്മിൽ ഫ്രീ ട്രേഡ്, അതായത് അവരുടെ ഫ്രീ ട്രേഡ് ഏരിയ അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് നടത്തുവാനുള്ള ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ ആ ഏരിയയിൽ നടത്തുന്നതിന് ഒരു ഫ്രീ ട്രേഡ് മൂവ്മെന്റ് അല്ലെ പ്രോസസ് ആയിരിക്കും നടക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ എന്താണ്, ഒരു കൺട്രീസ് ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ടാരിഫും നോൺ ടാരിഫുമായിട്ടുള്ള എല്ലാ ബാരിയേഴ്സും റിമൂവ് ചെയ്തിട്ട് ആ മെമ്പർ കൺട്രീസ് തമ്മിൽ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, ആ മെമ്പർ കൺട്രീസ് അല്ലെങ്കിൽ ആ എഗ്രിമെന്റിലുള്ള മെമ്പർ കൺട്രീസ് തമ്മിൽ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാത്തതാണ് എന്ത്, ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ആ ഫ്രീ ട്രേഡ് ഏരിയയിൽ ട്രേഡ് നടത്തുവാനായിട്ട് പ്രത്യേകിച്ചും ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് തമ്മിൽ ആ മെമ്പർ കൺട്രീസ് തമ്മിൽ ടാരിഫ് ബാരിയേഴ്സ് ഒന്നുമില്ല, അവർക്ക് ഈസി ആയിട്ട് ട്രേഡ് ആ മെമ്പർ കൺട്രീസ് തമ്മിൽ നടത്തുവാനായിട്ട്. അപ്പൊ ആ പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ഗ്രൂപ്പ് ഓഫ് കൺട്രീസിൽ മാത്രമേ ഇങ്ങനെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉള്ളൂ. അപ്പൊ ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആ ഏരിയയിൽ മാത്രം, ആ എഗ്രിമെന്റ് ഉള്ള ആ രാജ്യങ്ങൾക്ക് മാത്രമേ എന്തുള്ളൂ, ഫ്രീ ട്രേഡ് ഏരിയാസ് ഉള്ളൂ, അല്ലെ ഫ്രീ ട്രേഡ് അവിടെ നടക്കത്തുള്ളൂ, ഫ്രീ ആയിട്ടുള്ള ട്രേഡ് അവിടെ നടക്കത്തുള്ളൂ. അതുപോലെ തന്നെ വേറൊന്നാണ് കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്നത്. കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഫ്രീ ട്രേഡ് ഏരിയ വിത്തിൻ എ കോമൺ എക്സ്റ്റേണൽ ടാരിഫ്. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ടും ഈ ഫ്രീ ട്രേഡ് ഏരിയ ആണ്. അതുപോലെ തന്നെ ഈ ഫ്രീ ട്രേഡ് ഏരിയയിലുള്ള രാജ്യങ്ങൾ തമ്മിൽ എന്താണ്, ഒരു കോമൺ എക്സ്റ്റേണൽ ടാരിഫ് ഉണ്ടാവും. കൺട്രി എ ബി സി തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു. അപ്പൊ അതൊരു കസ്റ്റംസ് യൂണിയൻ ആകുന്ന എപ്പോഴാണ്, ആ മൂന്ന് രാജ്യങ്ങൾക്കും ഒരേ എക്സ്റ്റേണൽ ടാരിഫ് ആയിരിക്കും. കൺട്രി എയിലും കൺട്രി ബിയിലും കൺട്രി സിയിലും ആ മൂന്ന് രാജ്യങ്ങൾക്കും പുറത്തുള്ള രാജ്യങ്ങൾ ഒരു കോമൺ എക്സ്റ്റേണൽ ടാരിഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എന്ത്, കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കോമൺ സിസ്റ്റം ഓഫ് പ്രൊട്ടക്ഷൻ ആയിരിക്കും, കോമൺ ടാരിഫ് പോളിസീസ് ആയിരിക്കും, കോമൺ ഇമ്പോർട്ട് എക്സ്പോർട്ട് ട്രാൻസാക്ടിങ് ഗുഡ് എഗ്രിമെന്റ്സ് ആയിരിക്കും ആ മൂന്ന് രാജ്യങ്ങളും മറ്റ് പുറത്തുള്ള ആ എഗ്രിമെന്റിന് പുറത്തുള്ള രാജ്യങ്ങളും തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതാണ് കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്നത്. ഇനിയാണ് കോമൺ മാർക്കറ്റ്, അതുപോലെ തന്നെ ഇക്കണോമിക് യൂണിയന്, ഇക്കണോമിക് ആൻഡ് മോണിറ്ററി യൂണിയന്, ഇക്കണോമിക് ഇന്റഗ്രേഷന്. അപ്പൊ ഇത് പലതരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ പ്രോസസ്സസ് ആണ്. അപ്പൊ ഈ ഇക്കണോമിക് ഇന്റഗ്രേഷൻ അത് നമ്മൾ പറഞ്ഞു പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ആണ് ഏറ്റവും ബേസിക് എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഇക്കണോമിക് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് യൂണിയൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു യൂറോപ്യൻ യൂണിയൻ ഒരു ഇക്കണോമിക് യൂണിയൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ യൂറോപ്യൻ യൂണിയനിലുള്ള മാർക്കറ്റ്സ് ഒക്കെ തമ്മിൽ എന്താണ്, ഒരു ഇക്കണോമിക് യൂണിയനിലാണ് അവർക്കൊരു കോമൺ ഇക്കണോമിക് പോളിസി ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് ഇക്കണോമിക് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ഇന്റഗ്രേഷൻ അവിടെ നടക്കാറുണ്ട്. അപ്പൊ മോസ്റ്റ് ബേസിക് ഏതാന്ന് വെച്ചാൽ പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ആണ്, അതിനുശേഷം ഫ്രീ ട്രേഡ് ഏരിയ ആണ്. ഇക്കണോമിക് ഇന്റഗ്രേഷൻ അത് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന ഇന്റഗ്രേഷൻസ് ആണ്. ഒന്നാമത്തെ ഫ്രീ ട്രേഡ് ഏരിയ, രണ്ടാമത്തെ കസ്റ്റംസ് യൂണിയൻ, മൂന്നാമത്തെ കോമൺ മാർക്കറ്റ്, നാലാമത്തെ ഇക്കണോമിക് യൂണിയൻ. അപ്പൊ ഈ 4 കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഓർഡർ അനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരിക്കലും ഓർഡർ തെറ്റരുത്. ഏറ്റവും ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആണ് എന്ത്, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്താണ്, സീറോ ടാരിഫ് ബിറ്റ്വീൻ മെമ്പർ കൺട്രീസ് ആൻഡ് റെഡ്യൂസ്ഡ് നോൺ ടാരിഫ് ബാരിയേഴ്സ്. അപ്പൊ മെമ്പർ കൺട്രീസ് തമ്മിൽ ടാരിഫ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ടാരിഫ് റെസ്ട്രിക്ഷൻസ് വളരെ മിനിമൽ ആയിരിക്കും. കസ്റ്റംസ് യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്,
ഫോറിൻ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ട്, ഫ്രീ ട്രേഡ് ഏരിയ അവിടെ ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് ഒരു കോമൺ എക്സ്റ്റേണൽ ടാരിഫും ഉണ്ട്. അതാണ് ഫ്രീ ട്രേഡ് ഏരിയ പ്ലസ് കോമൺ എക്സ്റ്റേണൽ ടാരിഫാണ് കസ്റ്റംസ് യൂണിയനകത്തുള്ളത്. എന്നാൽ കോമൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്റ്റംസ് യൂണിയൻ സിറ്റുവേഷൻ ആണ്. അത് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ട്, കോമൺ എക്സ്റ്റേണൽ ടാരിഫ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ മൂവ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ ആൻഡ് സെയിം പോളിസി ആൻഡ് സം പോളിസി ഹാർമണൈസേഷൻ. അവർ തമ്മിൽ ഒരു പോളിസി ഹാർമണൈസേഷനും അവർ തമ്മിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ക്യാപിറ്റലും ലേബറും തമ്മിലൊരു ഫ്രീ മൂവ്മെന്റും അവിടെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് തമ്മിലൊരു ഫ്രീ മൂവ്മെന്റ് ഉണ്ട്, അതുപോലെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ട്, കോമൺ എക്സ്റ്റേണൽ ടാരിഫ് ഉണ്ട്. അപ്പോൾ ഇച്ചിരി കൂടിയൊരു ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ ആണ് കോമൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷമുള്ളതാണ് ഒരു കുറച്ച് ഹയർ ആയിട്ടുള്ള ഒരു എക്കണോമിക് ഇന്റഗ്രേഷൻ ആണ് എന്ത്? ഇക്കണോമിക് യൂണിയൻ എന്ന് പറയുന്നത്. അത് കോമൺ മാർക്കറ്റ് സിറ്റുവേഷൻസും ഉണ്ട്, അതുപോലെ തന്നെ കോമൺ ഇക്കണോമിക് പോളിസീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആ മെമ്പർ കൺട്രീസ് തമ്മിൽ എന്താണ്? കോമൺ ഇക്കണോമിക് പോളിസീസ് അവർക്കുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരു എക്കണോമിക് യൂണിയൻ ആണ്. എക്കണോമിക് യൂണിയൻ ആണ് എന്ത്? യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂറോപ്യൻ യൂണിയൻ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പോൾ നിലവിലുള്ള ഒരു മെയിൻ ആയിട്ടും ഇപ്പോൾ നിലവിലുള്ള ഒരു എക്കണോമിക് യൂണിയൻ ആണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എന്താണ്? കോമൺ മാർക്കറ്റ് സിറ്റുവേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ കോമൺ ഇക്കണോമിക് പോളിസീസ് അവർക്ക് ഉണ്ടായിരിക്കും. ഇപ്പൊ കോമൺ ഇക്കണോമിക് പോളിസീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ കോമൺ എക്കണോമിക് പോളിസീസ് ആയിരിക്കും, അല്ലെങ്കിൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവർ അംഗങ്ങളായിരിക്കും ഒരു യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഞാൻ പറഞ്ഞത് മോസ്റ്റ് ബേസിക് ആണ്. അപ്പം നമുക്കറിയാം നാഫ്റ്റ എന്ന് പറഞ്ഞത്, സാഫ്റ്റ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനകത്ത് മെയിൻ ആയിട്ടുമുള്ള ഫ്രീ ട്രേഡ് ഏരിയാസ് ആണ്. ഫ്രീ ട്രേഡ് ഏരിയാസ്. ഇപ്പൊ നാഫ്റ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സും മെക്സിക്കോയും കാനഡയും ഒക്കെ അടങ്ങിയ ഒരു ഏരിയയാണ്. നോർത്തേൺ റീജിയനിലുള്ള ഒരു നാഫ്റ്റ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് ഏരിയ ആണ് നാഫ്റ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ സൗത്ത് ഏഷ്യൻ റീജിയനിലുള്ളതാണ് സാഫ്റ്റ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അതിന്റെ എക്സാമ്പിൾസ് ആണ് നാഫ്റ്റ, സാഫ്റ്റ ഒക്കെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ എക്സാമ്പിൾസ് ആണ്. ഇക്കണോമിക് യൂണിയന്റെ എക്സാമ്പിൾ ആണ് എന്ത്? യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മോഡ്യൂൾ 4 യൂണിറ്റ് 6 മോഡ്യൂൾ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. എക്കണോമിക് ഇന്റഗ്രേഷൻ എന്താണെന്ന് നമ്മൾ നോക്കി, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കണോമിക് ഓർഗനൈസേഷൻ ADB എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ IBRD എന്താണെന്ന് നോക്കി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്താണെന്ന് നമ്മൾ നോക്കി. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക് ഇന്റഗ്രേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിനുശേഷം ആദ്യം നമ്മൾ നോക്കിയത് ബാലൻസ് ഓഫ് പേയ്മെന്റിൽ അപ്രോച്ചസ്, അതായത് ഇലാസ്റ്റിസിറ്റി അപ്രോച്ചും അതുപോലെ തന്നെ അബ്സോർപ്ഷൻ അപ്രോച്ചും എന്താണെന്ന് നോക്കി. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതും എന്നാൽ ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഏരിയ ആണ് മോഡ്യൂൾ 6, അതായത് യൂണിറ്റ് 6 മോഡ്യൂൾ 4 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വീണ്ടും റിവൈസ് ചെയ്തിട്ട് കോൺസെപ്റ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇക്കണോമിക് ഇന്റഗ്രേഷന്റെ ഏതൊക്കെ ലെവൽസ് ആണെന്നുണ്ടായിരിക്കുന്നത് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ് അപ്രോച്ചിനകത്ത് ഇലാസ്റ്റിസിറ്റി അപ്രോച്ച്, മാർഷൽ ലേണർ കണ്ടീഷനും ജെ കർവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ടുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. താങ്ക് യു ഡിയർ ലേണേഴ്സ്.